നമസ്തേ, എല്ലാവർക്കും സ്വീറ്റ് ഹിന്ദിയുടെ മലയാളം എങ്ങനെ വായിക്കാൻ പഠിക്കാമെന്നുള്ള ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈടെ സ്വരചിഹ്നം വെച്ചിട്ടുള്ള വാക്കുകളാണ്. എങ്ങനെ വായിക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്വരാക്ഷരത്തിലെ ഈയുടെ ചിഹ്നം എന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലെ ഇടുക. അപ്പോൾ ഈ ചിഹ്നം നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ ചേർത്ത് വായിക്കണം. ഉദാഹരണത്തിന് ക എന്ന അക്ഷരത്തിനൊപ്പം ഈയുടെ ഈ ചിഹ്നം വന്നപ്പോൾ നമ്മളെങ്ങനെ വായിക്കും? കി എന്ന് വായിക്കും. അതുപോലെയാണ് തായുടെ കൂടെ ഈ ചിഹ്നം വന്നപ്പോൾ തി, മായുടെ കൂടെ വന്നപ്പോൾ മീ, രായുടെ കൂടെ വന്നപ്പോൾ രി, ചായുടെ കൂടെ വന്നപ്പോൾ ഛി, ഗായുടെ കൂടെ വന്നപ്പോൾ ഗി. അങ്ങനെ ഓരോ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഈ ചിഹ്നം വരുമ്പോൾ നമ്മൾ അങ്ങനെ ചേർത്ത് വായിക്കണം. അപ്പോൾ ഈ ചിഹ്നം വരുന്ന വാക്കുകൾ നമുക്ക് എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്ക് നോക്കാം. തായുടെ കൂടെ ഈ ചിഹ്നം ഇട്ടപ്പോൾ തി, പിന്നത്തെ അക്ഷരം നമുക്കറിയാം രായാണ്. അപ്പോൾ കൂട്ടി എങ്ങനെ വായിക്കും? തി ര തിര. അടുത്ത വാക്ക് തായുടെ കൂടെ ഈ ചിഹ്നം ഇട്ടപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ തന്നെ തി. അടുത്ത രായുടെ കൂടെ ഈ ചിഹ്നം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വായിക്കും? രി. കൂട്ടി വായിച്ചേ തി രി, തിരി. അടുത്തത് നി ര. കൂട്ടി വായിക്കുമ്പോൾ നിര. നായുടെ കൂടെ ഈ ചിഹ്നം വന്നപ്പോൾ നീ എന്ന് വായിച്ചു. അടുത്തത് ര. അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ നിര. അതുപോലെ തന്നെയാണ് മായുടെ കൂടെ ഈ ചിഹ്നം വന്നപ്പോൾ മീ, റായുടെ കൂടെ ഈ ചിഹ്നം വന്നപ്പോൾ രി. കൂട്ടി വായിക്കുമ്പോൾ മി രി, മിഴി. അടുത്ത വാക്ക് നോക്കാം. കായുടെ കൂടെ വന്നപ്പോൾ കി, കായുടെ കൂടെ ഈ ചിഹ്നം വന്നപ്പോൾ കി ന എർ. കൂട്ടി വായിക്കുമ്പോൾ കിണർ. അതുപോലെ സി നി മ. കൂട്ടി വായിക്കുമ്പോൾ സിനിമ. അതുപോലെ വ രി. കൂട്ടി വായിക്കുമ്പോൾ വരി. അപ്പോൾ ഇതുപോലെ എല്ലാവരും വായിച്ചു നോക്കും.